സന്തോഷ് വർക്കിക്കെതിരെ കൊടുത്തിട്ടുണ്ടായിരുന്ന കേസിൽ സന്തോഷ് വർക്കി ഇപ്പോ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള വാർത്ത റീസെന്റ്ലി എല്ലാവരും അറിയുകയുണ്ടായി. അപ്പൊ അതിനെ പറ്റിയിട്ട് ആ. മാമിന്റെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? ഞാൻ അറിഞ്ഞു. ഞാന് കൊല്ലത്ത് ഹസ്ബൻഡിന്റെ ഒരു ബന്ധുവിന്റെ വീട്ടിലൊരു ചടങ്ങുമായിട്ട് നിൽക്കുകയാണ്. അപ്പൊ എന്നെ പലരും ഫോണിലൂടെ ഇങ്ങനെ അറിയിച്ചതാണ്. താങ്കളും എന്നെ ഇപ്പോ വിളിച്ചു പറയുന്നു. ഞാൻ അറിഞ്ഞിട്ടേ ഉള്ളൂ. എന്തായാലും ഒരുപാട് സന്തോഷം. അയാളെ അറസ്റ്റ് ചെയ്തതിൽ ഒത്തിരി സന്തോഷം. നിയമ നടപടികളുമായിട്ട് മുൻപോട്ട് തന്നെ പോകും. മുൻപോട്ട് തന്നെ എന്തായാലും പോകുമെന്ന് തീർച്ചയായിട്ടും അതിനുവേണ്ടിയാണല്ലോ നമ്മൾ പരാതി കൊടുത്തത്. പരാതി കൊടുത്തിട്ട് നിയമ നടപടികളായിട്ട് അത് എന്ത് പ്രശ്നം ഉണ്ടായാലും ഇത് നിയമ നടപടികളായിട്ട് നമ്മൾ മുമ്പോട്ട് പോകും. പിന്നെ ഇത് നമ്മുടെ നടിമാരെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള വാർത്തകൾ കൊടുക്കുന്ന ഈ വ്യക്തിയും ഇതുപോലെ ഒരുപാട് വ്യക്തികളുണ്ട്. അപ്പോ അവർക്കും കൂടെയുള്ള ഒരു മുന്നറിയിപ്പാണിത്. കാരണം നമുക്ക് സഹിക്കാവുന്നതിന്റെ അങ്ങ് അറ്റം എത്തിക്കഴിഞ്ഞു. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നടിമാര് അങ്ങനെയാണ്, നടിമാർ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് നടിമാരെ മോശപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രവണത ഉണ്ടല്ലോ. യൂട്യൂബിൽ അത് വെച്ച് പൈസ ഉണ്ടാക്കുകയാണ്. അവരെ മോശമാക്കിക്കൊണ്ട്, നടിമാരെ മോശമാക്കിക്കൊണ്ട്. അപ്പൊ അതിനൊക്കെ ഒരു അറുതി വരണമെന്നുണ്ടെങ്കിൽ ഇത്തരക്കാരെ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവന്നാലേ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോ കൊടുത്ത പരാതിയിൽ വളരെ പരാതിക്കെതിരെ പോലീസ് എടുത്ത നടപടിയിൽ സന്തോഷമുണ്ട്. വളരെ സന്തുഷ്ടവതിയാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾക്കൊപ്പം ചേരുന്നത് അല്ലേ? അതെ അതെ. അവരെത്ര പെട്ടെന്ന് അയാളെ അറസ്റ്റ് ചെയ്തു. അത് മറ്റ് നിയമ നടപടികളുമായിട്ട് ഞങ്ങൾ മുൻപോട്ട് തന്നെ പോകും. ഇവരാരും എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ്. എന്തോ ഇവരാരും മാപ്പർഹിക്കുന്നില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. അപ്പോ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇല്ലേ അമ്മയും പെങ്ങളും ഒക്കെ? ഈ പറയുന്ന വ്യക്തികൾക്കും ഇല്ലേ അമ്മയും പെങ്ങളും ഒക്കെ? ഞങ്ങൾ ജോലി ചെയ്ത് ജീവിക്കുന്ന ഞങ്ങൾ സ്ത്രീകളാണ്, സാധാരണ സ്ത്രീകളാണ്. പിന്നെ ഞങ്ങൾ ഈ സിനിമ ഫീൽഡിൽ വർക്കും സെലിബ്രിറ്റീസ് ആണെന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾക്ക് ഉണ്ട്, ഞങ്ങൾക്ക് സ്വന്തക്കാരുണ്ട്, ബന്ധുക്കളുണ്ട്, കുടുംബക്കാരുണ്ട്. അപ്പൊ അവരുടെയൊക്കെ മുമ്പില് ഈ അദ്ദേഹം ഉപയോഗിച്ച വാക്ക്, അദ്ദേഹം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോഴും അയാളെ കുറിച്ച് സംസാരിക്കുന്ന ആ ഒരു റെസ്പെക്ട് പോലും അയാൾ ഞങ്ങൾക്ക് തന്നിട്ടില്ല എന്നുള്ളതാണ്. ഞങ്ങൾ കൊടുക്കുന്ന റെസ്പെക്ട്. അയാൾ ഇത്രയും മോശമായിട്ട് ഞങ്ങളോട് സംസാരിച്ചിട്ട് പോലും ഇപ്പോഴും നമ്മൾ പറയുന്നത് അദ്ദേഹം എന്ന് പറഞ്ഞാണ് നമ്മൾ സംസാരിക്കുന്നത്. ആ വ്യക്തി അല്ലേ? അപ്പോ ആ വ്യക്തി ഇതുവരെ അപ്പോ അത്രയ്ക്ക് മാന്യത ഞങ്ങളോട് കാണിക്കുന്നില്ലല്ലോ. ഇയാൾ മാത്രമല്ല, കുറേ പേരുണ്ട് ഇത്തരത്തിൽ നടിമാരെ മോശക്കാരാക്കി യൂട്യൂബിലൂടെ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ കുറച്ച് പേരുണ്ടെന്ന് പറയുന്നതിൽ മറ്റാരുടെയെങ്കിലും പേര് വ്യക്തമാക്കാമോ? എനിക്കറിയില്ല. അവരുടെ ഒന്നും പേരൊന്നും എനിക്കറിയില്ല. എന്റെ സഹപ്രവർത്തകർ വളരെ വിഷമത്തോടുകൂടി ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഈ പ്രശ്നവുമായിട്ട് ഇന്നലെ ഞാൻ പരാതി കൊടുത്തതിന് ശേഷം ഒരുപാട് എന്റെ സഹപ്രവർത്തകര് വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓരോ പേര് എനിക്ക് സത്യം പറഞ്ഞ ആ പേരൊന്നും എനിക്കറിയില്ല. ഉണ്ട്, ആൾക്കാരുണ്ട്. കാണാറുണ്ടല്ലോ, നമ്മൾ യൂട്യൂബിലൂടെ കാണാറുണ്ടല്ലോ. യൂട്യൂബും നമ്മളൊക്കെ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരല്ലേ. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇതിനു വേണ്ടി മാത്രമുള്ളതല്ല. മനുഷ്യരെ എന്താ പറയാ, മോശക്കാരാക്കി ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. വളരെ നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അങ്ങനെ പൈസ ഇതിനകത്ത് ജീവിക്കുന്ന എത്രയോ പേരുണ്ട് അല്ലേ? അതെ, തീർച്ചയായിട്ടും. അപ്പൊ മറ്റൊരാൾ ഇതുപോലത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്കെതിരെയും തീർച്ചയായിട്ടും പോരാടുന്നു തന്നെയാണ് പറയാനുള്ളത്. പിന്നെ തീർച്ചയായിട്ടും അതിനെതിരെ ശക്തമായിട്ട് അവർക്കും കൂടെ ഉള്ള മുന്നറിയിപ്പാണിത്. എല്ലാവർക്കും വേണ്ടി. ഞങ്ങൾ എന്ത് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഈ നടിമാരെ ഇത്ര മോശമായിട്ട് പറയുന്ന? ഞാൻ ചോദിച്ചത്, അവരുടെയൊക്കെ വീട്ടിലില്ലേ സ്ത്രീകൾ? അവർക്കും ഇല്ലേ? അപ്പൊ ഞങ്ങളും അതുപോലുള്ള സ്ത്രീകളല്ലേ? ഞങ്ങൾക്കും ഈ സമൂഹത്തിൽ ജീവിക്കണ്ടേ? ബന്ധുക്കളുടെ ഇടയിലൊക്കെ ജീവിക്കണ്ടേ? ഞങ്ങളെ ഒരു വല്ലാത്ത കണ്ണുവെച്ച ആൾക്കാര് കുറച്ച് നാളായിട്ട് നോക്കുന്നത്. അത് ശരി, നീയൊക്കെ ഇതായിരുന്നല്ലേ, നിന്റെയൊക്കെ കുറിച്ച് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഇന്ന തരത്തിലാണ്. ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണ്. വളരെ സന്തോഷം മാം. ഉറപ്പായിട്ടും വളരെ സന്തോഷം മാം. ഉഷ ഹസീന മാം നമ്മളോടൊപ്പം ഈ സാഹചര്യത്തിൽ ചേർന്നതിന് വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്.